ഹലോ പ്രിയപ്പെട്ടവരെ, ഞാൻ സാബിത്താണ്. അപ്പോൾ ഞാനിപ്പോൾ ഉള്ള തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരത്ത് വന്നതെന്ന് വെച്ചാൽ ലിറ്റിൽ പീപ്പിൾ കേരള എന്ന് പറയുന്ന ഒരു ട്രസ്റ്റിൻ്റെ, അപ്പോൾ എന്നെപ്പോലുള്ള ഹൈറ്റ് കൊണ്ടുള്ള ഒരുപാട് ആൾക്കാരുള്ളൊരു ഗ്രൂപ്പാണ്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു പരിപാടി ഉണ്ടായിരുന്നു വന്നത്. അപ്പോൾ വരുമ്പോൾ കുറച്ച് ലേറ്റായി പോയിട്ടുണ്ട്. മന്ത്രിയൊക്കെ വന്ന് ഉദ്ഘാടനം ചെയ്ത് അങ്ങ് പോയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ അവിടെ എത്തുന്നേരം ആദരിക്കൽ ചടങ്ങാണ് നടന്നിരിക്കുന്നത്. വിവിധ മേഖലയിൽ കഴിവ് തെളിയിച്ച ആളുകളെ ആദരിച്ചുകൊണ്ടിരിക്കുന്ന ചടങ്ങാണ്. അപ്പോൾ വലിയ വലിയ പുള്ളികളാണ്, സ്പോർട്സിലൊക്കെ ഒരുപാട് ഇത് തെളിയിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങളെ സംബന്ധിച്ച് മനസ്സ് വലുതാണ്, സ്നേഹിക്കാൻ അറിയാവുന്ന ഒരു മനസ്സാണ്. അപ്പൊ സ്നേഹം കൂടുതലുള്ളിടത്ത് മാത്രമേ ഒരു പുരോഗതി അതുപോലെ തന്നെ ഒരു സഹവർത്തിത്വം ഉണ്ടാവുള്ളൂ. ചിന്തിക്കാറില്ല. അതുകൊണ്ടൊരു ഈ ശരീരം എന്നുള്ള നമ്മുടെ ഒരു ഇതാണ്. എനിക്ക് എന്റെ സൗണ്ട് വെച്ചിട്ടായിരുന്നു ആദ്യം നമ്മൾ കാണുന്നത്. 2024 സിമ്പിൾ. 2020 നമ്മൾ ലിറ്റിൽ പീപ്പിൾ സ്പോർട്സ് ക്ലബ്ബ് രൂപീകരിച്ചത്. അതായത് നമ്മളിങ്ങനെ എറണാകുളത്ത് വർക്ക് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് വന്ന ഒരു കോൺസെപ്റ്റ് ആയിരുന്നു ലിറ്റിൽ പീപ്പിൾ ആയിട്ടുള്ള ആൾക്കാരെ വെച്ചിട്ട് ഒരു സ്പോർട്സ് ക്ലബ്ബ് രൂപീകരിക്കണം എന്നുള്ളത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് എവിടുന്നോ തലക്കൊരു അടി കിട്ടുന്നു. അപ്പൊ ക്ലബിന്റെ ഒരു കഥ എന്താന്ന് പറഞ്ഞാല്, ലിറ്റിൽ പീപ്പിൾസ് ക്ലബ്ബ് ഫോം ചെയ്യാൻ കാരണം എന്ന് വെച്ചാല്, ആകാശ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ആകാശ് എന്തോ ഒരു പരിപാടി കാരണം ഇന്ന് വരാൻ പറ്റിയില്ല. ആകാശിനെയായിരുന്നു ആദ്യം കോൺടാക്ട് ചെയ്യുന്നത്. ആകാശിനായിട്ട് കോൺടാക്ട് ചെയ്തിട്ട് അന്ന് ഏകദേശം നമ്മളൊരു 2 മണിക്കൂർ ധൃതിയുള്ളവർ പോകാം. ചേച്ചിക്ക് മറ്റു പ്രോഗ്രാംസ് ഓർഗനൈസ് ചെയ്യാനുണ്ട്. ചേച്ചി പോകാനായിട്ട് ഇരിക്കുകയാണ്. ഞാൻ എങ്ങനെ എന്ത് പറയണമെന്ന് എനിക്കറിയത്തില്ല. ഓരോരുത്തരുടെയും വ്യക്തികളുടെ പേരെടുത്ത് പറഞ്ഞ് അതിനകത്തിൽ ആരുടെയെങ്കിലും പേര് വിട്ടുപോയിട്ടുണ്ടെങ്കിലാണ് അത് പിന്നെ വൈകിട്ട് ചാർലി ബായ് എന്റെ ഓരോരുത്തരുടെയും ഏറ്റവും വലിയൊരു മനസ്സാണ്. അതിന് ഇത്രയും ഏറ്റവും നല്ലതായിട്ട് ഒരു കുടുംബങ്ങളായിട്ട് സഹകരിക്കുന്ന നിങ്ങളുടെ എല്ലാവരെയും വലിയ മനസ്സിന് ഒരുപാട് നന്ദി. ഒരു നമ്മുടെ കോവിഡ് എന്ന് പറയുന്ന ഒരു വലിയൊരു മഹാമാരി വരുന്നത് ആ ഒരു സമയത്ത് നമ്മൾ ദുബായിലേക്ക് എന്ന് പറഞ്ഞാൽ വീടിന്റെ പുറത്തു പോലും ഓക്കെ. ഇത് വളരെ സിമ്പിൾ ആണ്. ഇത് എത്ര രൂപയാണ്? 100 ആണ്. ഇത് നമുക്ക് എത്ര ആക്കണം? എത്ര? 500 മതി. സഹോദരി നോട്ടിന്റെ ഉടമ 500 എന്ന് പറഞ്ഞു. 2000 പോയെന്നാ പറഞ്ഞത്. 2000 പോയില്ലേ? രാജേഷ്ഭായി 500 രൂപ, 400 രൂപ ലാഭം. വളരെ സിമ്പിൾ ആയിട്ടൊരു കൺകെട്ട് വിദ്യയാണ് അല്ലേ? രാജേഷ്ഭായിയുടെ കൈ കാണിച്ച്. ഓക്കെ, എന്റെ കയ്യിലിരിക്കുന്ന കളർ ഏതാണ്? റെഡ് ആണ്. ഇത് റെഡ് കളറാണ്. വളരെ സിമ്പിൾ ആണ്. നമ്മൾ ജസ്റ്റ് 1 2 3 എന്ന് പറയുമ്പോഴത്തേക്കിന് നമ്മളിങ്ങനെ കയ്യിൽ വെച്ചിട്ട് വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ ഫ്ലഷ് ചെയ്തിട്ട് ഈ സംഭവം നമ്മുടെ കൈക്കുള്ളിലേക്ക് വിടുക. എല്ലാവരും ശ്രദ്ധിക്കണം. ഞാൻ കൂട്ടിയിട്ടില്ല, ഇട്ടിട്ടില്ല. ജസ്റ്റ് 1 2 3 എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ജസ്റ്റ് ഫ്ലോ ചെയ്ത് കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് ഓപ്പൺ ചെയ്ത് കൂടി മന്ത്രാണ്, കൃഷിക്കാരുടെയാണ്, പിന്നെ നാടകം. വലിയ തിരക്കുള്ള മനുഷ്യനാട്ടോ.
നമ്മളെ ട്രസ്റ്റിന്റെ സെക്രട്ടറി ആണ് യെസ്, നീലിമ. ഞാൻ നീലിമ. എൻ്റെ വീട് എറണാകുളത്താണ്. നമ്മുടെ ലിറ്റിൽ പീപ്പിൾ ട്രസ്റ്റിൻ്റെ സെക്രട്ടറിയാണ്. നമ്മുടെ ട്രസ്റ്റ് അത്യാവശ്യം നല്ല രീതിയിൽ പോകുന്നു എന്ന് തോന്നുന്നു. എങ്ങനെയുണ്ടായിരുന്നു പ്രോഗ്രാം? താങ്ക് യു. പിന്നെ ഇതുപോലെ ഇത് എന്ന് പറഞ്ഞാല് നമ്മളെ കൂട്ടത്തിലുള്ള ലിറ്റിലായിട്ടുള്ള ലിറ്റിൽ കപ്പിൾ എന്റെ പേര് അമൽ. ഞാൻ കോഴിക്കോട് സ്വദേശി. പയ്യോളിയാണ് സ്ഥലം. നമ്മളെ നാട്ടുകാരനാ കേട്ടോ, പ്രത്യേകം പറയാൻ പറ്റും. പിന്നെ സിത്താര പത്തനംതിട്ടയില്. ഇത് നമ്മളെ ചെറിയ ലോകത്ത് നിന്ന് വലിയ ലോകത്തേക്ക്. വലിയ ലോകത്തേക്കുള്ള 2 കപ്പിൾസ് ആണ്. എല്ലാവിധ പിന്നെ തന്നെ ഇത് നമ്മുടെ ലിറ്റിൽ പീപ്പിളിന്റെ ഏറ്റവും ഒരു പ്രധാനപ്പെട്ടതാണ്. കാരണം നമ്മളെപ്പോലത്തെ ഒരുപാട് ആൾക്കാരെ സ്പോർട്സിൽ വിവിധ തലങ്ങളിലേക്ക് എത്തിച്ച നമ്മളെ എന്താണ് കോച്ച് എന്നൊക്കെ പറയുന്നത്, അതാണ് റാഷിക. ഇപ്പൊ റാഷിക എന്നല്ല എന്ന് പറഞ്ഞു. പക്ഷേ അടിപൊളിയാണ്. 2 വാക്കല്ലേ, ഭയങ്കര സന്തോഷമാണ് ഇവരെ പോലുള്ള ആൾക്കാരുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റുന്നത്, ഇവർക്ക് ക്യാമ്പ് കൊടുക്കാൻ പറ്റുന്നത് ഭയങ്കര ഹാപ്പിനെസ് കിട്ടുന്ന കാര്യമാണ്. പിന്നെ നമുക്ക് അത്യാവശ്യം നല്ല സ്പോർട്സിൻ്റെ ടീമുകളുണ്ട്. നമ്മളിപ്പോൾ ഫുട്ബോൾ, ക്രിക്കറ്റ്, ബാഡ്മിൻ്റൺ, അതേപോലെ തന്നെ അത്ലറ്റിക്സ്, സ്വിമ്മിങ്, അങ്ങനെ നിരവധി, അതായത് നോർമലായിട്ടുള്ള ആൾക്കാർ ചെയ്യുന്ന എല്ലാ പരിപാടികളും നമ്മളെ ലിറ്റിൽ പീപ്പിൾ ആൾക്കാർ ചെയ്യുന്നുണ്ട്. അതുകൂടാണ്ട് നമുക്കിപ്പോൾ 4 ഇന്റർനാഷണൽ അത്ലറ്റ്സ് ഇന്ത്യക്ക് വേണ്ടി കളിച്ച 4 ആൾക്കാർ നമ്മളിപ്പോൾ ടീമിലായിട്ടുണ്ട്. ഇപ്പോൾ 4 വർഷം നമ്മൾ ക്ലബ്ബ് തുടങ്ങിയിട്ട് 5ാമത്തെ വർഷമാകുന്ന സമയത്ത് 5 അത്ലറ്റ്സും കൂടി 5 ഇന്റർനാഷണൽ ആൾക്കാരും കൂടി വരാനുള്ള ഒരു പ്രതീക്ഷയാണ് നമ്മളിപ്പോൾ മുന്നോട്ടുകൊണ്ടിരിക്കുന്നത്. അതായത് നിങ്ങളെല്ലാ ആൾക്കാരും, വീഡിയോ കാണുന്ന എല്ലാ ആൾക്കാരും നമ്മുടെ ലിറ്റിൽ പീപ്പിൾ സ്പോർട്സ് ക്ലബിനെ സപ്പോർട്ട് ചെയ്യാം. ആ സപ്പോർട്ടാണ് നമ്മളെ അടുത്ത ലെവലിലേക്ക് എത്തിക്കുന്നത്. ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏറ്റവും എല്ലാവരും ചെറുതെന്ന് പറയാം, എല്ലാവരും കുരുത്തം കെട്ട ആൾക്കാരാണ്. ചെറിയ വലിയ മനസ്സിലാണ്, സീരിയസ്ലി എല്ലാവരും ചെറിയ വലിയ മനസ്സിൽ ഞാൻ പറയും കുരുത്തം കെട്ട പിള്ളേരാന്ന് പറയും ചില സമയങ്ങളിൽ. ഇതാണ് നമ്മൾ തമ്മിലുള്ള ബന്ധം. ഓക്കെ, അപ്പോൾ നമ്മുടെ ട്രസ്റ്റിന്റെ എന്താണ് ഭാരവാഹിയാണ്, ഏറ്റവും മുതിർന്ന ആളാണ്. അപ്പോൾ ഇദ്ദേഹത്തെ പറ്റി പറയേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ അറിയാൻ ആരാണാണല്ലോ. ഒരുപാട് സന്തോഷമുണ്ട്. ഞങ്ങളെല്ലാവരും ഒരുമിച്ച്, ഞങ്ങളെ ചെറു മാനവ സംഘം അല്ലേ, ഞങ്ങളെല്ലാവരും കൂടെ കുഞ്ഞന്മാർ എല്ലാവരും കൂടി ഒരുമിച്ച് കാണാൻ കഴിയുന്നതിലും ഒരുമിച്ച് ഇതുപോലെ സഹകരിക്കാൻ കഴിയുന്നതിലൊക്കെ ഒരുപാട് സന്തോഷം. കണ്ണിന് നേരെ കാണാൻ പറ്റുന്ന ഒരു ഇതാണ്. നമ്മൾ ഇങ്ങനെ നോക്കണ്ട അല്ലേ, നേരിട്ട് നോക്കാം. ട്രസ്റ്റിന്റെ മറ്റൊരാളാണ് അച്ചുകുട്ടൻ. ഒരുപാട് പിന്നെ എന്താണ് സ്പോർട്സിലൊക്കെ ഉള്ള ഒരാളാണ്. ഞാൻ വർക്ക് ചെയ്യുന്നത് ആയുർവേദ കോളേജിലാണ്, തിരുവനന്തപുരം ആയുർവേദ കോളേജിലെ സ്റ്റാഫാണ്. പിന്നെ 2023 കേരള സ്റ്റേറ്റ് ഫെയർ അത്ലറ്റിക്കില് ഷോർട്ട് പുട്ടും ജാവലിൻ ത്രോയ്ക്കും മെഡൽ ജേതാവാണ്. വെള്ളി, വെങ്കലം മെഡൽ നേടിയിട്ടുണ്ട്. നാഷണലില് മഹാരാഷ്ട്രയിൽ വെച്ച് പങ്കെടുത്തതിൽ റണ്ണറപ്പാണ്. ഇതൊക്കെ വെച്ചേക്കുമ്പോ ഞാൻ ഇത് അതേപോലെ തന്നെ നമ്മുടെ ടെസ്റ്റിന്റെ മറ്റൊരു ആളാണ് റിയാസ്ക. ഞാൻ റിയാസ്, പിന്നെ മലപ്പുറം ഡിസ്ട്രിക്റ്റിലെ എടവണ്ണപ്പാറ തൊട്ട്. പിന്നെ ഞാൻ ട്രാവൽ മേഖലയിലാണ് വർക്ക് ചെയ്യുന്നത്. എൻ്റെ ഫ്രണ്ടിനെ കണ്ടുമുട്ടാനൊരു അവസരം കൈവച്ചെടുക്കാൻ പറ്റിയതാണ്. നമ്മുടെ ട്രസ്റ്റിന്റെ ഒരു ഭാരവാഹിയാണ് ഇദ്ദേഹം. മൂപ്പരെ പറ്റി നിങ്ങൾക്ക് പരിചയപ്പെടുത്തരാം. ഞാൻ വീട് വയനാടാണ്. എൻ്റെ പേര് ദേശ് വയനാട്. ഞാൻ കാസർഗോഡ് തൃക്കരിപ്പൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ വർക്ക് ചെയ്യുന്നു. നാടാണ് ചാർലി ചേട്ടൻ. ചാർലി ചേട്ടനെ പറ്റി ഒരുപാട് അറിയാനുണ്ട്. അപ്പോൾ 2 വാക്ക് ചാർലി ചേട്ടൻ നമുക്ക് വേണ്ടി പറയും. താങ്ക് യു. നമ്മുടെ ഒരു കോവിഡ് കാലത്ത് നമ്മുടെ ഒരു മനസ്സിലുദിച്ച ഒരു സംഭവമാണ് ലിറ്റിൽ പീപ്പിൾ കേരള എന്ന് പറയുന്ന ഒരു സംഘടന, ഒരു വാട്സാപ്പ് ഗ്രൂപ്പ്. അന്ന് ദൈവം സഹായിച്ച് ഇന്ന് ഞങ്ങൾ ഒരു വലിയൊരു സംഘടനയായിട്ട് മാറിയിരിക്കുകയാണ്. ഇവരുടെ എല്ലാവരുടെയും ബ്ലെസ്സിങ് കൊണ്ട് ഞങ്ങളുടെ കേരളത്തിലുള്ള എല്ലാ നല്ലവരായ മനുഷ്യരുടെ മനസ്സുകൊണ്ടും ഇന്ന് ഞങ്ങളെല്ലാവരും ഒരു ശക്തരായിട്ട് ഒരു വലിയൊരു സംഘടനയായി മാറിയിരിക്കുകയാണ്. ഒരുപാട് നല്ല പ്രവൃത്തികളും നന്മ കാര്യങ്ങളും ഒക്കെ ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ഞങ്ങൾ ചെയ്യുന്നുണ്ട്. നീലിമ സാറുമാണ് ഇതിൻ്റെ പ്രസിഡന്റും സെക്രട്ടറിയും. അവരാണ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. പിന്നെ ഇന്നത്തെ ഞങ്ങളുടെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു, അത് വളരെ നല്ല രീതിയിൽ നടന്നു. രാജേഷ് ഭായ് ഞങ്ങളുടെ ഒരു എക്സിക്യൂട്ടീവ് മെമ്പറാണ്.
ദേശ് ഭായ് ഞങ്ങളുടെ ദേശ് ഭായ് ഞങ്ങളുടെ എക്സിക്യൂട്ടീവ് അംഗമാണ്. ഒരു അംഗമാണ്. നല്ലൊരു ശക്തമായിട്ട് പോകുന്ന ഞങ്ങളുടെ ഒരു വലിയൊരു മനസ്സിന്റെ ഉടമകളുടെ വ്യക്തിത്വങ്ങളുടെ ഒരു സംഘടനയാണ് ലിറ്റിൽ പീപ്പിൾ കേരള ട്രസ്റ്റ്. യെസ്. പിന്നെ അതുകൂടാതെ ഒരു സെക്കൻഡ് നമ്മുടെ ആരൊക്കെ ഉണ്ടോ? പ്രകാശ് ഭായ്, നമ്മുടെ ഈ സാറിന് അപ്പൊ ഇന്ന് നമ്മുടെ കൂട്ടായ്മന്റെ ഒരു പരിപാടിയാണ്. അപ്പൊ ഈ ഒരു പരിപാടിയിൽ ഞങ്ങളുടെ എല്ലാം കാർട്ടൂൺ ഇങ്ങനെ വരച്ചു തന്നൊരു ആളുണ്ട്. അപ്പൊ ആളെ പറ്റി കൂടുതലായിട്ട് നിങ്ങളോട് പറയാൻ വേണ്ടി ജോബി സാറിന് ക്ഷണിക്കാണ്. അപ്പൊ ജോബി ചേട്ടാ ഒന്നും ഓൾറെഡി എടുത്തു എന്നാലും പുള്ളിയും കൂടെ വാ. നിങ്ങളെ ഒരു സ്റ്റില്ലെടുക്കട്ടെ. ഇന്ന് മനോഹരമായിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇവിടെ ഒത്തുകൂടാൻ പറ്റി. വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി സംഘമാണ് ഇത് ഉദ്ഘാടനം ചെയ്തത്. ഞങ്ങളുടെ വെബ്സൈറ്റ് ഉദ്ഘാടനം ചെയ്യുകയുണ്ടായി. തുടർന്ന് പ്രസിദ്ധ സിനിമാ സംവിധായകൻ തുളസിദാസ് അദ്ദേഹം ഞങ്ങൾക്ക് മൊമെന്റുകളൊക്കെ സമ്മാനിച്ചു. പിന്നെ ഏറ്റവും എടുത്തു പറയേണ്ടത് നമ്മുടെ കേരള കാർട്ടൂൺ അക്കാദമി സെക്രട്ടറി എ സതീഷ് എന്ന് പറയുന്ന വലിയ നേട്ടം. ഞങ്ങളുടെ എല്ലാവരുടെയും പടം ഇങ്ങനെ വരച്ച് ഞങ്ങൾക്ക് എല്ലാവർക്കും ഓരോ അദ്ദേഹത്തിന് നമ്മുടെ കാരിക്കേച്ചർ വരച്ചു തരികയുണ്ടായി. അത് വലിയൊരു കാര്യമായിട്ട് ഞങ്ങൾ കാണുന്നു. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ മുഖം എന്താണ് ഞങ്ങൾക്ക് മറ്റൊരു രീതിയിൽ അല്ലെ പുതുമയോടെ മനോഹരമായിട്ട് കാണാൻ കഴിയുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. ഞങ്ങളുടെ ഈ കുഞ്ഞു മുഖങ്ങൾ വലുതായിട്ട് നമ്മുടെ വളരെ ആകർഷകമായ രീതിയിൽ അതെ നിങ്ങളെ ഇങ്ങനെ വരച്ചു തന്നതിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. നമ്മുടെ സതീഷ് സാറിന്റെ ഒരു വലിയൊരു മനസ്സാണ്. നമ്മുടെ പ്രോഗ്രാംസ് ആദ്യം മുതൽ അവസാനം വരെ നമ്മുടെ പ്രോഗ്രാം കഴിഞ്ഞിട്ട് നമ്മുടെ ആൾക്കാരെ എല്ലാവരെയും ഒരേ രീതിയിൽ ഇരുന്നിട്ട് അവർക്ക് വേണ്ടിയിട്ട് നല്ല രീതിയിൽ എന്റർടൈൻമെന്റ് ചെയ്ത് കൊടുത്തു. എന്ന് വെച്ചാൽ വരുന്ന ആൾക്കാർ ആരെയും മുഷിപ്പിക്കാതെ അവർക്ക് എല്ലാവർക്കും ഓരോ പടം വെച്ചു കൊടുത്ത നമ്മുടെ ആ വലിയ മനസ്സിന്റെ ഉടമയായ ചാലിബായാണ് ഞങ്ങളാക്കിയ കക്ഷി എന്ന് പറയുന്ന ചാലിബായാണ്. ഞങ്ങളുടെ ഈ കൂട്ടായ്മയ്ക്ക് ചുക്കാൻ പിടിക്കുകയും കൂട്ടായ്മ പടുത്തു കടത്തിയ ശില്പി എന്ന് പറയുന്നത് ഇത് നമ്മുടെ ചാർലിബായാണ്. ചാർലിബായി ഇപ്പോൾ ഇവിടെ ദുബായിലാണ്. ദുബായിലെ പേരുകെട്ട ഒരു മജീഷ്യനാണ്. അദ്ദേഹം മാജിക് രംഗത്ത് വളരെയേറെ ശ്രദ്ധേയമായ ചുവടുവെപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്ന ദുബായിൽ തന്നെ എത്തി അദ്ദേഹം പ്രവർത്തിക്കുകയാണ്. അദ്ദേഹം അവിടെ ഇരുന്നുകൊണ്ട് ഞങ്ങളെ ഒരു കൂട്ടായ്മയായിട്ട് വരികയും ഉയർത്തിപ്പിടിക്കുകയും അങ്ങനെ ഞങ്ങളൊരു ട്രസ്റ്റായിട്ട് ലിറ്റിൽ പീപ്പിൾ ട്രസ്റ്റ് അങ്ങനെ ഒരു സംഘം ഉണ്ടാവുകയും ഞങ്ങളെ ചെറു മാനവ സംഘം അങ്ങനെ പടിപ്പടിയായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ അവസരം റാഷിദ് ഞങ്ങളുടെ സ്പോർട്സിന്റെ ചുക്കാൻ പിടിക്കുന്ന റാഷിദാണ്. അങ്ങനെ ഞങ്ങളുടെ ഈ ചെറു മാനവ സംഘം വളർന്നു വലുതായി. പിന്നെ അതുകൂടാതെ ഞങ്ങളുടെ വൺ ഓഫ് ദ പവർ പേഴ്സൺ ഈസ് വൺ ആൻഡ് ഓൺലി ഈസ് ജോബ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. ഞങ്ങളെപ്പോലുള്ള ഒരുപാട് ആളുകളുണ്ട്, അവരിലേക്ക് ഈ വീഡിയോ എത്തിക്കണമെന്ന് മാത്രം അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ എന്തായാലും അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ഓക്കെ, ബൈ ബൈ, താങ്ക് യു.